ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്തിലെ ഏറ്റവും പ്രൈം ഏരിയ, അതായത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും പ്രൈം ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ കവടിയാറിലെ ഏറ്റവും പ്രൈം ഏരിയ ഏതാണ്? നമ്മൾ ജവഹർ നഗർ. അതായത് നമ്മൾ ജവഹർ നഗർ ഒലിവ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് ജസ്റ്റ് ഒരു 600 മീറ്റർ മാത്രം മാറിയിട്ട്, അത് നമ്മുടെ കവടിയാർ ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ മാത്രം മാറി 3.25 മീറ്റർ അടുപ്പിച്ചുള്ള വൈഡ് വലിയ ലോറിക്ക് വരെ പോകാൻ പറ്റുന്ന റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് 16 മീറ്ററിൻ്റെ വൈഡ് റോഡ് ഫ്രണ്ടേജിലാണ് നമുക്കിവിടെ 7.2 സെൻറ്റ് കീടിലം പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഈ പുല്ല് പിടിച്ച് കിടക്കണ നോക്കണ്ട, ഇപ്പം നല്ല മഴയായിരുന്നു, ആ മഴയത്ത് പുല്ല് പിടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ വില കേട്ടാ ഞെട്ടും കേട്ടോ. സാധാരണ ഇവിടെ പ്ലോട്ട് നോക്കുമ്പോൾ നിങ്ങളൊരു പ്ലോട്ട് ഇപ്പോൾ കവടിയാറിൽ വാങ്ങാൻ നോക്കുമ്പോൾ 25-30 ഒക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ 20-നും താഴെയാണ് നമ്മുടെ ഈ പ്ലോട്ടിന് ചോദിക്കുന്ന റേറ്റ്. ഞാൻ ഫൈനൽ റേറ്റ് പറയുന്നുണ്ട്, റേറ്റ് കേട്ടാ ഞെട്ടും. കാരണം ഇവിടുത്തെ മാർക്കറ്റ് വിലയൊക്കെ നോക്കണതിനെക്കാട്ടും അതിന് മാർക്കറ്റ് വില നോക്കുമ്പോൾ നല്ല റേറ്റാണ്. പക്ഷേ ഇത് അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു മീഡിയം ബഡ്ജറ്റിനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത്. അത് നല്ല അടിപൊളി റെസിഡൻഷ്യൽ ഏരിയയാണ്. അതായത് നമ്മുടെ കവടിയാർ B2 റെസിഡൻസ് അസോസിയേഷൻ B2ലാണ് നമ്മുടെ ഈ പ്ലോട്ട് വന്നിട്ടുള്ളത്. ആ വലിയ ലോറിക്ക് വരെ പോകാൻ പറ്റുന്ന വഴിയാണ്. പിന്നെ പക്ക റെസിഡൻഷ്യൽ ഏരിയയാണ്. കണ്ട എല്ലാ സൈഡും, അതായത് റോയൽ വിലാസമാണല്ലോ. അപ്പം നമുക്ക് എല്ലാ സൈഡ് നോക്കുമ്പോൾ എല്ലായിടത്തും വീടുകളാണ്. പിന്നെ ഇവിടെ ഒരു പ്ലോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതായത് കവടിയാറിൽ ഒരു പ്ലോട്ട് കിട്ടണത് പാടാണ്. ഇവിടെ എല്ലാ പ്ലോട്ടിന് ഹൈ റേറ്റാണ്. നമ്മളെ കൊട്ടാരമൊക്കെ ഇവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. ഇത് കണ്ട അവിടെ ഇതാണ് എൻ്റെ ഫ്ലാറ്റ്. നമുക്കിവിടെ തന്നെ ഒരു മലബാറിൻ്റെ ഒരു ഫ്ലാറ്റും വരുന്നുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ് കണ്ട പുതിയ ഫ്ലാറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കവടിയാർ എന്ന് പറയുമ്പോൾ ഇവിടെ അത്രയും ഭയങ്കര ഹൈ ഡെവലപ്മെൻ്റ് ആണ്. എല്ലാവർക്കും താമസിക്കാൻ, അതായത് അത്യാവശ്യം പ്രീമിയം ആൾക്കാരെല്ലാവരും താമസിക്കുന്ന ഏരിയയാണ്. ഇവിടെ എല്ലാം നോക്കുമ്പോൾ നമുക്ക് എല്ലാം പ്രീമിയം ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം സ്ക്വയർ ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇത് നല്ല സ്ക്വയർ ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഈ പുല്ല് പിടിച്ച് കിടക്കണം. ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷൻ നോക്കണ്ട, ഇത് ക്ലിയർ ആക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് തരണത്. ഇതിപ്പം മഴ പെയ്തുകൊണ്ട് കയറിയ പുല്ല് പിടിച്ചതാണ്, അല്ല വേറെ ഇതൊന്നുമല്ല. മഴ പെയ്തുകൊണ്ട് മാത്രമാണ് ഇത്ര ഒരു ചെറിയൊരു പുല്ല് പിടിച്ച് കിടക്കുന്നത്. പിന്നെ നമുക്കിവിടെ നിന്ന് ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴേ, നമുക്കിവിടെ ആക്സസ് വരുമ്പോൾ അടിപൊളിയാണ്. നമുക്ക് സിറ്റിയിലുള്ള എല്ലാ ഏരിയ, അതായത് സിറ്റിയിലെ എല്ലാ പ്രൈം ഏരിയ എളുപ്പം തന്നെ പോകാൻ പറ്റും. നമുക്കിവിടെ നിന്ന് തൊട്ടടുത്താണ് നമ്മുടെ തിരുവനന്തപുരം നിയമസഭ ഒരു 1.5 കിലോമീറ്റർ 2 അത്രയൊക്കെ വരുള്ളൂ നിയമസഭ. പിന്നെ നമ്മുടെ കേരള നമ്മുടെ PSCയുടെ ഓഫീസ്, നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഓഫീസ്, എല്ലാത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെയാണ്. അതാണ് നമ്മുടെ കേരള PSC ഓഫീസ് വരുന്ന ഒരു 2 കിലോമീറ്റർ പട്ടത്താണ്. പിന്നെ വൈദ്യുതി ഭവൻ KSEB അതും പട്ടത്ത്. പിന്നെ രാജ്ഭവൻ അതും ഒരു 1.5 കിലോമീറ്റർ. പിന്നെ നമുക്കിവിടെ ഒരു 2.5-3 കിലോമീറ്ററിനകത്ത് തന്നെ ഈ ഓഫീസുകളെല്ലാം വരും. ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഓഫീസ്, അതായത് നമ്മൾ കവടിയാറിനടുത്ത് ഈ പട്ടം സൈഡൊക്കെയാണ് ഒരുപാട് ഓഫീസൊക്കെ വരുന്നത്. നമുക്കിവിടെ നിന്ന് പട്ടം ഒരു 2.5-3 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാ ഓഫീസസും അവിടെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ കവടിയാർ ഗാർഡൻസ്, കനകക്കുന്ന് പാലസ്, പിന്നെ കവടിയാർ ഗോൾഫ് ക്ലബ്ബ്. പിന്നെ ഗോൾഫ് ക്ലബ്ബ് ഇവിടെ നമുക്ക് ഗോൾഫ് ക്ലബ്ബ് വേറെ ഏകദേശം ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ. കറക്റ്റ് 1 കിലോമീറ്ററാണ് വരുന്നത് നമുക്ക് ഗോൾഫ് ക്ലബ്ബ് വേറെ. കവടിയാർ ഗോൾഫ് ക്ലബ്ബ് ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ നിന്ന് നന്തൻകോട്, വെള്ളയമ്പലം, കുറവൻകോണം, പട്ടം, പേരൂർക്കട എല്ലാം 3 കിലോമീറ്ററിനകത്തൊക്കെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതായത് ഇവിടെ നിന്ന് നമുക്ക് അതായത് സിറ്റിയിലെ ഏറ്റവും പ്രൈം ഏരിയാസ് എല്ലാം അടുത്താണ്. പിന്നെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും, ഓഫീസിൻ്റെ മെയിൻ ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മുടെ പട്ടം ഈ ഏരിയയിലൊക്കെയാണ് വരുന്നത്. അതെല്ലാം ജസ്റ്റ് ഒരു 2-3 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ അതായത് നിയമസഭ അടക്കം എല്ലാം ഒരു 3 കിലോമീറ്ററിനകത്താണ് വരുന്നത്. അതായത് കവടിയാറിലൊരു പ്ലോട്ട് വാങ്ങിച്ചാൽ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയില്ല, കവടിയാറിലൊരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലെ ഏറ്റവും പ്രൈം ഏരിയസ് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എളുപ്പം തന്നെ പോകാൻ പറ്റും. അപ്പോൾ അത്രയും പ്രീമിയം ഏരിയയാണ്. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം. ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് സെൻറ്റിന് 18 ലക്ഷം രൂപയാണ്. ഈ 18 ലക്ഷം എന്ന് പറയുമ്പോൾ കൂടുതലെന്ന് പറയല്ലേ, കാരണം ഇവിടെ ബാക്കി പ്ലോട്ടുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 25-30 അതിനും മേലെയാണ് ചോദിക്കുന്നത്. ചിലതൊക്കെ 40-50 ഒക്കെ ചോദിക്കണവരുണ്ട്. അത്രയും റേറ്റുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കവടിയാറിൽ ഏറ്റവും പ്രൈം ഏരിയയായ ജവഹർ നഗറിലാണ് ഈ ഒരു വിലയ്ക്ക് ഒരു പ്ലോട്ട് കിട്ടണം. അപ്പോൾ ഇത് മിസ്സാക്കലിൽ പെട്ടെന്ന് വിളിച്ചോ, ഈ നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചോ. പിന്നെ നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ അടിപൊളി പ്ലോട്ടുകൾ, അത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കവടിയാറ്, അതേപോലെ കുറവൻകോണം, അമ്പലമുക്ക്, ഇതുപോലത്തെ പ്രൈം ഏരിയസിൽ വേണമെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കല്ല്. ഇതിപ്പോൾ ഫേസ്ബുക്കിൽ കാണണമെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോ, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം നമ്മുടെ പേജിലായിരിക്കും ഇതേപോലത്തെ ഏറ്റവും പ്രൈം ഏരിയാസിൽ പ്ലോട്ടുകൾ നമ്മുടെ പേജിലേ വരുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, യൂട്യൂബിലെങ്കിൽ ഫേസ്ബുക്കിലെങ്കിൽ ഫോളോ ചെയ്തോ.